ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട ബ്ലഡ് ടെസ്റ്റിൽ ഒന്നാണ് ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റ്. ഇത് എന്തിനാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നിർബന്ധമായും ഈ ടെസ്റ്റ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്, പോസിറ്റീവായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റ് എന്ന് നോക്കാം. ഗർഭാവസ്ഥയിലുള്ള കുട്ടിക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റി, അതായത് ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് നേരത്തെ തന്നെ അറിയാൻ സാധിക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ആണിത്. നമ്മുടെ ശരീരത്തിൽ 46 ക്രോമസോമുകളാണുള്ളത്. ഇതിൽ 23 എണ്ണം അമ്മയുടേതും 23 എണ്ണം അച്ഛന്റേതുമാണ്. ഈ ക്രോമസോമിന്റെ എണ്ണത്തിൽ കൂടുതലോ കുറവോ വന്നാൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. മെയിൻ ആയിട്ട് ഈ ടെസ്റ്റിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത് ബുദ്ധിമാന്ദ്യം, അതായത് ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, പാറ്റു സിൻഡ്രോം, ടേർണേഴ്സ് സിൻഡ്രോം എന്നിവയൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. 90 മുതൽ 95% വരെ കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ ഈ ടെസ്റ്റിലൂടെ സാധിക്കുന്നതാണ്. ഈ ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് നോക്കാം. അമ്മയുടെയോ അച്ഛന്റെയോ ഫാമിലിയിൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ മുൻപത്തെ കുട്ടിക്ക് ഇതുപോലെ ജനിതക വൈകല്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ മുൻപ് അബോർഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ 30-35 വയസ്സിന് മുകളിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, സ്കാനിങ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. NT സ്കാനിങ്ങിലൂടെ കുഞ്ഞിന്റെ ക്രോമസോമൽ അബ്നോർമാലിറ്റി, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഒക്കെ അറിയാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിനേക്കാൾ വ്യക്തമായിട്ട് ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. ഈ ടെസ്റ്റ് ചെയ്യേണ്ടത് 11 ആഴ്ചയുടെയും 14 ആഴ്ചയുടെയും ഉള്ളിലാണ്. NT സ്കാൻ ചെയ്ത് 24 മണിക്കൂറിനുള്ളിലാണ് ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റിനുള്ള ബ്ലഡ് കൊടുക്കേണ്ടത്. സാധാരണ ഷുഗർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കുന്നത് പോലെ തന്നെയാണ് ഇതിനും ബ്ലഡ് എടുക്കേണ്ടത്. ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റിൽ പ്രധാനമായിട്ടും 2 ടെസ്റ്റാണ് നടത്തുന്നത്. ഫ്രീ ബീറ്റ HCG ടെസ്റ്റും പാപ്പായ ടെസ്റ്റുമാണ് നടത്തുന്നത്. ഫ്രീ ബീറ്റ HCG ഹോർമോൺ ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന്റെ ഉയർന്ന അളവ് ട്രൈസോമി 18, ഡൗൺ സിൻഡ്രോം പോലുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. പാപ്പായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വൈറ്റൽ പ്ലാസ്മ പ്രോട്ടീനാണ്. ഇതിന്റെ അളവ് കുറയുകയാണെങ്കിൽ എഡ്വേർഡ് സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, പാറ്റു സിൻഡ്രോം എന്നീ വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റിന്റെ സ്ക്രീനിംഗ് ടെസ്റ്റ് റിസൾട്ട് 3 രീതിയിലാണ് ഉണ്ടാകുന്നത്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് ആണെങ്കിൽ ലോ റിസ്ക് ആണ്, നോ റിസ്ക് ആണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാൽ മോഡറേറ്റ് ആൻഡ് സിവിയർ കേസിലാണെങ്കിൽ ജനിതക വൈകല്യത്തിന്റെ പ്രസൻസ് കാണുന്നുണ്ട് എന്നാണ്. ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഈ റിസൾട്ട് മാത്രം വെച്ചിട്ടല്ല ഡോക്ടേഴ്സ് റിസൾട്ട് പറയുന്നത്. NT സ്കാനിങ്ങിന്റെ റിസൾട്ട് ഡബിൾ മാർക്കർ ടെസ്റ്റിന്റെ ഹോർമോണിന്റെ അളവും കൂടി വെച്ചിട്ടാണ്, കമ്പയർ ചെയ്തിട്ടാണ് ഈ അമ്മയ്ക്ക് പ്രോബ്ലം ഉള്ള കുഞ്ഞുണ്ടാവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നത്. കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് ഏത് അബ്നോർമാലിറ്റി ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അമ്നിയോസിന്തസിസ്. ഇത് ചെയ്യുന്നത് 15ാമത്തെ ആഴ്ചയിലാണ്. കുഞ്ഞു കിടക്കുന്ന ആ ഒരു സാക്കിൽ നിന്നും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. NT സ്കാനും ഡബിൾ മാർക്കർ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് ചിലരോട് ഡോക്ടേഴ്സ് ഈ ഒരു പ്രഗ്നൻസി അബോർഷൻ ചെയ്യാൻ പറയാറുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ നമുക്ക് കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയാത്തതും ജനിച്ച കുഞ്ഞിനെ നമുക്ക് സുഖപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഈ അബോർഷൻ ചെയ്യണമെന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റിലൂടെ മറ്റു ചില കാരണങ്ങൾ കൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതായത് കുഞ്ഞിന് രക്തസമ്മർദ്ദമുണ്ടോ, വളർച്ചക്കുറവുണ്ടോ, വിളർച്ച വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അമ്മയ്ക്ക് മരുന്ന് കൊടുത്തോ കുഞ്ഞിന് മരുന്നൊക്കെ കൊടുത്തിട്ട് നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ടെസ്റ്റിലൂടെ അമ്മയ്ക്ക് BP വരാനുള്ള സാധ്യതയുണ്ടോ, ഷുഗർ ഉണ്ടോ, ബ്ലഡിൽ അണുക്കൾ വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നേരത്തെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ടെസ്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1000 മുതൽ 2500 ആവാറുണ്ട്. പല ഹോസ്പിറ്റലുകളിലും ഈ ഒരു ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റു പല ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണെന്ന് പറയാറുള്ളത്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.